കുവൈറ്റിൽ വീട്ടുവേലക്കാരടക്കം ഗാർഹിക തൊഴിലാളി റിക്രൂട്ടിന് സർക്കാരിന്റെ ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ട്മെന്റ് കമ്പനി സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കും. റിക്രൂട്ടിംഗിന് വേണ്ട നിലവിലെ ചിലവ് പകുതിയായി കുറയും. വീട്ടുവേലക്കാരടക്കം ഗാർഹിക തൊഴിലാളി റിക്രൂട്ടിംഗിന് പുതിയ സംവിധാനം സെപ്റ്റംബറോടെ കുവൈറ്റിൽ നടപ്പിലാക്കും. സർക്കാരിന് നേരിട്ടുള്ള കുവൈറ്റ് ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ട്മെന്റ് കമ്പനിക്കായിരിക്കും റിക്രൂട്ട്മെന്റിന്റെ ചുമതല. സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കമ്പനി സംബന്ധിച്ച് പാർലമെന്റിന്റെ ആരോഗ്യ തൊഴിൽ സമിതി നീക്കങ്ങൾ ആരംഭിച്ചതായി സമിതി തലവൻ സൗദിൽ കൻഫൂർ MP ആണ് അറിയിച്ചത്. കമ്പനി സ്ഥാപിക്കുന്നതിനുള്ള കെട്ടിടം തയ്യാറായതായും അദ്ദേഹം പറഞ്ഞു. കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിലവിലെ സാമ്പത്തിക ചെലവ് പകുതിയായി കുറയും. വീട്ടുവേലക്കാരടക്കമുള്ള ഗാർഹിക തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള ചെലവ് 400 ദിനാറായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ 10% കൂടുതൽ ലാഭം ഈടാക്കരുതെന്ന് നിയമം അനുശാസിക്കുന്നു. ഇന്ത്യ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതല ഈ കമ്പനിക്കായിരിക്കും. കമ്പനിയോടനുബന്ധമായി പോലീസ് സ്ക്രീനിങ്ങിനും മെഡിക്കൽ പരിശോധനയ്ക്കുള്ള സംവിധാനവും ഉണ്ടായിരിക്കും. നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ തൊഴിലുടമയ്ക്ക് ഗാർഹിക തൊഴിലാളിയെ കൈമാറുകയുള്ളൂ. പ്രതിദിനം 12 മണിക്കൂർ ജോലിക്കിടെ വിശ്രമവും ആഴ്ചയിൽ 1 ദിവസത്തെ അവധിയും 1 മാസത്തെ വാർഷിക അവധി മുഴുവൻ ശമ്പളത്തോടെയും കൂടാതെ 1 മാസത്തെ ശമ്പളം ഓരോ വർഷവും സർവീസ് പിരിയുന്നതോടെ ഗാർഹിക തൊഴിലാളിക്ക് നൽകണമെന്നുമാണ് സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്. ദേശീയ ന്യൂസ് ഏജൻസിയായ ബഹ്റൈൻ ന്യൂസ് ഏജൻസിയിലേക്ക് ബഹ്റൈനികളെ മാത്രം റിക്രൂട്ട് ചെയ്താൽ മതിയെന്ന് ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം MP ഖലീഫ അൽ ഖാലിം പാർലമെന്റിൽ സമർപ്പിച്ചു. ദേശീയ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ബഹ്റൈനികൾ ഉള്ളപ്പോൾ വിദേശികൾക്ക് പത്രത്തിലും മറ്റ് മീഡിയയിലും എഡിറ്റോറിയൽ സ്ഥാനങ്ങളിലും കരാർ നൽകേണ്ടതില്ല എന്നും ഒഴിഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് ആവശ്യമായ ബഹ്റൈനികളെ കിട്ടാതെ വന്നാൽ മാത്രമേ ഇത്തരം സ്ഥാനങ്ങളിൽ വിദേശികളെ നിയമിക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വർഷം ആദ്യപാദത്തിൽ UAE-യിലെ വിദേശികൾ വിവിധ രാജ്യങ്ങളിലേക്ക് പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും അയച്ചത് 65,000 കോടി രൂപ. ഏറ്റവും കൂടുതൽ പണം അയച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. UAE സെൻട്രൽ ബാങ്കാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. UAE-യിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയ പണത്തിന്റെ 34% അയച്ചത് ഇന്ത്യക്കാരാണ്. ഏകദേശം 23,000 കോടി രൂപയാണ് ഇന്ത്യൻ പ്രവാസികൾ UAE-യിൽ നിന്നും നാട്ടിലേക്ക് അയച്ചത്. പാകിസ്ഥാൻ സ്വദേശികളാണ് പണം അയക്കുന്നവരിൽ ഇന്ത്യക്ക് തൊട്ടുപിറകെയുള്ളത്. മൊത്തം തുകയുടെ 9% പാകിസ്ഥാന്റെ പങ്ക്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിലിപ്പീൻസുകാരാണ്. മൊത്തം തുകയുടെ 7.3% ഫിലിപ്പീനുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് അയച്ചത്. UAE-യിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പണത്തിന്റെ കണക്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവുണ്ടായിട്ടുണ്ട്. ടൂറിസം, വാണിജ്യം, റീറ്റെയിൽ തുടങ്ങിയ എണ്ണയിതര മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിയാണ് ഈ വർധനവിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നു. അബുദാബിയിലെയും ദുബായിലെയും മൊത്തം പദ്ധതികളുടെ മൂല്യം 42% ഈ വർഷം കൂടിയിട്ടുള്ളത്. UAE-യുടെ വികസന കുതിപ്പിന്റെ പ്രതിഫലനമാണ് രാജ്യത്തിന് പുറത്തേക്കുള്ള പണമൊഴുക്കെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തേക്ക് അയക്കുന്ന പണത്തിന്റെ 75% പോകുന്നത് പണമിടപാട് സ്ഥാപനങ്ങളിലൂടെയാണ്. 25% മാത്രമാണ് പണം അയക്കാൻ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശ എഞ്ചിനീയർമാരിൽ ഇന്ത്യക്കാർ 2-ാം സ്ഥാനത്ത്, ഈജിപ്താണ് 1-ാം സ്ഥാനത്ത്. സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം ആകെ വിദേശ എഞ്ചിനീയർമാരിൽ 38% ഈജിപ്തുകാരാണ്. ഇതിന് തൊട്ടു പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നതിന് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ 2016 അവസാനം വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം 2,11,080 എഞ്ചിനീയർമാർ സൗദിയിൽ തൊഴിലെടുക്കുന്നുണ്ട്. സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത വിദേശികളുടെ എണ്ണം 1,84,786 ആണ്. സൗദിയിലെ മൊത്തം എഞ്ചിനീയർമാരിൽ 87.5% വിദേശികളാണ്. രജിസ്റ്റർ ചെയ്യപ്പെട്ടവരിൽ 12.5% മാത്രമാണ് സ്വദേശികൾ. ഈജിപ്ത്, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കു പിന്നിലായി ജോർദാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ എഞ്ചിനീയർമാരാണ് എണ്ണത്തിൽ 3-ഉം 4-ഉം സ്ഥാനത്തുള്ളത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അമീൻ ഷെയ്ഖ് സബ തറക്കല്ലിട്ടു. തുർക്കി പ്രസിഡന്റ് എർദോഗൻ, കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് നവാസ്, പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 4 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന പദ്ധതിക്ക് 131 കോടി ദിനാറാണ് ചിലവ്. രാജ്യം വികസനത്തിന്റെയും ആധുനികവത്കരിക്കുന്നതിന്റെയും ഭാഗമായി അമീർ ഷെയ്ഖ് സബയുടെ സ്വപ്ന പദ്ധതികൾക്ക് ശക്തി പകരുന്ന അന്താരാഷ്ട്ര വിമാനത്താവള പുതിയ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തറക്കല്ലിട്ടു. തുർക്കി പ്രസിഡന്റ് റജീബ് തയ്യിബ് ഉർദുഗായുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിലാണ് ഇന്ന് ഉച്ചയ്ക്ക് അമീർ തറക്കല്ലിട്ടത്. തുർക്കിയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലിമാക്കാണ് 131 കോടി ദിനാർ ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 2.5 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതിന് അന്താരാഷ്ട്ര വിമാനത്താവളം സജ്ജമാകും.
നിലവിൽ പ്രതിവർഷം 50 ലക്ഷം യാത്രക്കാരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക പ്രശസ്ത ഡിസൈനർമാരായ ഫോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സ് ആണ് ആധുനിക വിമാനത്താവളത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 1.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 ചിറകുകളുടെ രൂപത്തിലുള്ള 3 ടെർമിനലുകളും 25 മീറ്റർ ഉയരമുള്ള ഒരൊറ്റ മേൽക്കൂരയുടെ കീഴിലായിരിക്കും. 4500 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന ബഹുനില പാർക്കിംഗ് സമുച്ചയം, ട്രാൻസിറ്റ് യാത്രക്കാർക്കുള്ള ബജറ്റ് ഹോട്ടൽ, വിശാലമായ ആഗമന ബഹിർഗമന ഹാളുകൾ കൂടാതെ 51 പുതിയ എയർക്രാഫ്റ്റ് ഗേറ്റുകളും ഉണ്ടാവും. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ഇടം നേടുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ഒമാനിലെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രി മദീഹ അഹമ്മദ്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച സ്കൂൾ ബസ് സുരക്ഷാ ഗതാഗത പ്രദർശനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ യാത്രക്കായി ഉപയോഗിച്ചു വരുന്ന സ്കൂൾ ബസ്സുകളിൽ സെൻസർ സംവിധാനം സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഘടകമാണെന്ന് മന്ത്രി മഹീദ അഹമ്മദ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് സെൻസർ സംവിധാനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ വിഭാഗങ്ങളും ബസ് ഉടമകളും ഇതുമായി സഹകരിക്കും. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്രാ സൗകര്യമൊരുക്കാൻ ഇവർ സന്നദ്ധരാണെന്നും ഡോക്ടർ മഹീദ അഹമ്മദ് അൽ ഷൈബാനി പറഞ്ഞു. ദർബൽ സലാമ, സെയ്ഫെ എന്നീ സംവിധാനങ്ങൾ സുരക്ഷിത ഗതാഗതത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിൽ വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കിയിരുന്നു. ഇത് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ടെന്നും മന്ത്രി മഹീദ അഹമ്മദ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയം, ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം, ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ് എന്നിവയുമായി സംയുക്തമായാണ് പ്രദർശനം ഒരുക്കിയിരുന്നത്. സുരക്ഷിത ഗതാഗത സംവിധാനത്തിന്റെ പുതിയ മാതൃകകളും സാങ്കേതിക വിദ്യകളുമാണ് പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ UAE കൂട്ടായ്മയായ സീറ്റ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ISRO മുൻ ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന G മാധവൻ നായരാണ് സീറ്റ രവം എന്ന പേരിൽ നടത്തിയ ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. സീറ്റ UAE അബുദാബിയിലാണ് തുടർച്ചയായി 31-ാം വർഷം വാർഷികാഘോഷം നടത്തിയത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ISRO മുൻ ചെയർമാനുമായ G മാധവൻ നായരാണ് ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. Earth is a rich possession for all of us and we are proud of it. സീറ്റ UAEയുടെ പ്രസിഡന്റ് രഞ്ജീവ് നായർ അധ്യക്ഷത വഹിച്ചു. 1966 മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിറങ്ങിയവർ വരെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. സീറ്റ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ദുബായ് നഗരത്തിന്റെ പൗരാണികതയും ആധുനികവുമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ദുബായ് ഫ്രെയിം ഈ വർഷം ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യും. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാകുന്ന പദ്ധതിക്ക് 160 മില്യൺ ദിർഹമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമിന്റെ മാതൃകയിലുള്ള കൂറ്റൻ ഗോപുരമാണ് ദുബായ് ഫ്രെയിം. 150 മീറ്റർ ഉയരവും 193 മീറ്റർ വീതിയുമുള്ള 2 കൂറ്റൻ തൂണുകളും ഇവയെ ബന്ധിപ്പിക്കുന്ന 100 ചതുരശ്ര മീറ്റർ നീളവുമുള്ള പാലവുമാണ് ദുബായ് ഫ്രെയിമിലുള്ളത്. ഫ്രെയിമിന്റെ ഒരു വശത്ത് പുരാതന ദുബായിയുടെ ഭാഗമായ സത്വ, കരാമ, ബർദുബായ്, ദേര എന്നിവയും മറുവശത്ത് ആധുനിക ദുബായിയുടെ ഭാഗമായ ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്ന ഡൗൺ ടൗൺ അടക്കമുള്ള സ്ഥലങ്ങളും സന്ദർശകർക്ക് ഈ പാലത്തിൽ ഒരുക്കുന്ന നിരീക്ഷണ വേദിയിൽ നിന്നും കാണാൻ സാധിക്കും. ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ദുബായ് സ്വന്തമാക്കിയ വളർച്ചയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മ്യൂസിയം സജ്ജമാക്കും. ദുബായിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ദുബായ് ഫ്രെയിം മാറുമെന്നാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ബഹ്റൈനിലെ ക്യാൻസർ കെയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 11 രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സനദിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മീര സിസോദിയ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്യാൻസർ, കൗമാരക്കാരിൽ മാനസിക സമ്മർദ്ദം, ആത്മഹത്യ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഈ രംഗത്തെ പ്രമുഖർ ബോധവൽക്കരണ ക്യാമ്പ് നടത്തും. ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലാ സൗഹൃദവേദി വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സൗഹൃദവേദി ജിദ്ദ മേഖല ചെയർമാൻ ശ്രീ ഷെരീഫ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഭരണസമിതി ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വായനശാലകളും നാടക സമിതികളും നടത്തിയ ഇടപെടലുകൾ ഇതിവൃത്തമാക്കി നാടകം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് റിയാദിലെ കലാകാരന്മാർ. റിയാദ് നാടകവേദി ആൻഡ് ചിൽഡ്രൻസ് തിയേറ്റർ 7ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് 50 പ്രവാസി കലാകാരന്മാർ അണിനിരക്കുന്ന നാടകം അരങ്ങിലെത്തുന്നത്.
സാംസ്കാരിക ഫാസിസവും സാമൂഹിക വെല്ലുവിളിയും നേരിടുന്ന വർത്തമാന ലോകത്ത് നാടകമെന്ന രംഗകലയിലൂടെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം നാടകപ്രേമികൾ. കേരള സംസ്കാരത്തിൽ നാടക സമിതികളും വായനശാലകളും സമ്മാനിച്ച നവോത്ഥാനത്തിന്റെ കഥ പറയുന്നതാണ് ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ എന്ന നാടകം. സിനിമ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഒരു മാസമായി തീവ്ര പരിശീലനത്തിലാണ് നാടക പ്രവർത്തകർ. ഈ മാസം 12-ന് അൽഹേറിലെ അൽ ഉവൈദ ഫാം ഹൌസ് ഓപ്പൺ സ്റ്റേജിൽ രാത്രി 8-ന് നാടകം അരങ്ങേറും. പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന സമൂഹത്തെ ചോദ്യം ചെയ്യുന്നതാണ് നാടകമെന്ന് സംവിധായകൻ ഷൈജു അന്തിക്കാട് പറഞ്ഞു. നീലക്കുയിലിന് ശേഷം റിയാദ് നാടകവേദിക്ക് വേണ്ടി ചെയ്യുന്ന നാടകമാണ് ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ. എ ശാന്തകുമാറാണ് നാടകരചന. ഈ വർഷത്തെ സംഗീത നാടക അക്കാദമി അവാർഡ് ശാന്തേട്ടനായിരുന്നു. ശാന്തേട്ടൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു രചനയാണ് ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ. തീർത്തും എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റുള്ള മുഴുവൻ അമേശ്വർ നാടകത്തിലെ മുഴുവൻ സാധ്യതകൾ ഉപയോഗിച്ച് അതിമനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നാടകമാണ് ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ. വൈശാഖ് അന്തിക്കാടാണ് കലാസംവിധാനവും പ്രകാശവിന്യാസവും നിർവഹിക്കുന്നത്. നാടകകലയിൽ പുതുമ പരീക്ഷിക്കുന്നതിനും ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ എന്ന നാടകം സാക്ഷിയാകുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ആധുനിക തിയേറ്റർ ലൈറ്റിംഗ്, അന്തർദേശീയ നാടകമേളയ്ക്ക് സമാനമായ വേദി എന്നിവ നാടകത്തിന്റെ പ്രത്യേകതകളാണ്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഇടവേള.